പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര വീഴ്ച. വിഷമുള്ളിൽ ചെന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീഴ്ച പുറത്തായതോടെ ജില്ലാ ആശുപത്രി അധികൃതർ വീട്ടിലെത്തി മൃതദേഹം തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമായിരിക്കെയാണ് ഈ പിഴവ് സംഭവിച്ചത്. മൃതദേഹം വീട്ടിലെത്തിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ അബദ്ധം മനസ്സിലാക്കിയ ആശുപത്രി ജീവനക്കാർ വീട്ടിലെത്തി മൃതദേഹം തിരികെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സെപ്റ്റംബർ 25-ന് വിഷം അകത്ത് ചെന്ന നിലയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 62-കാരനായ മുണ്ടൂർ സ്വദേശിയാണ് ഞായറാഴ്ച വൈകിട്ട് 5:30യോടെ മരണപ്പെട്ടത്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾ അവിടെയുണ്ടായിരുന്ന ജീവനക്കാരുമായി സംസാരിക്കുകയും മൃതദേഹം കൊണ്ടുപോകാമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അധികൃതർ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മുണ്ടൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം അന്തിമോപചാരത്തിനായി വെച്ചതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ വരുത്തിയ ഗുരുതരമായ പിഴവ് പുറത്തറിയുന്നത്. മൃതദേഹം വീട്ടിലെത്തിച്ച് അധികം താമസിയാതെ തന്നെ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർ പിന്നാലെ അവിടെ എത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയില്ലെന്ന നിർണായകമായ വിവരം ജീവനക്കാർ ബന്ധുക്കളെ അറിയിച്ചു. ഇവർക്കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അസ്വാഭാവികമായ മരണമായതിനാലും നിയമപരമായ കാരണങ്ങളാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നും ജീവനക്കാർ ബന്ധുക്കളെ ധരിപ്പിച്ചു. ജില്ലാ ആശുപത്രിയുടെ സ്വന്തം ചെലവിൽ ആംബുലൻസ് അടക്കം ജീവനക്കാരെ അയച്ച മൃതദേഹം തിരികെ കൊണ്ടുപോകാമെന്നും അധികൃതർ അറിയിച്ചതോടെ ബന്ധുക്കൾ ഇതിന് സമ്മതം മൂളുകയായിരുന്നു. ഇതേ തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം അതേ ആംബുലൻസ് തന്നെ തിരികെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.